ചോറ്റാനിക്കരയിലെ 16-കാരിയുടെ ആത്മഹത്യയിൽ കൊറിയൻ ബന്ധം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് എറണാകുളം റൂറൽ SP കെ സുദർശൻ. കുട്ടി കൊറിയൻ സിനിമകൾ കാണുമായിരുന്നു. ആത്മഹത്യാക്കുറിപ്പിലും കൊറിയൻ സുഹൃത്തിനെക്കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല. സുഹൃത്തുക്കളുടെ മൊഴിയിലും കൊറിയൻ സുഹൃത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മൊഴിയില്ല. കുട്ടി ബ്ലാക്ക് വെനം എന്ന പേജ് ഫോളോ ചെയ്തിരുന്നോ എന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ലെന്നും സ്ഥിരീകരിക്കാത്ത വിവരമാണ് ഇതെന്നും SP പറഞ്ഞു. അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, ഈ കേസിൽ ഇതുവരെ പോലീസിന് എന്തൊക്കെ വ്യക്തതയാണ് വന്നിട്ടുള്ളത്? എന്തൊക്കെ നിഗമനങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത്? ഈ കൊറിയൻ ബന്ധം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? ശ്രുതി, ഇന്ന് എറണാകുളം റൂറൽ SP കെ സുദർശൻ വിശദമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് ചോറ്റാനിക്കരയിലെ ആദിത്യ എന്ന് പറയുന്ന 16-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൊറിയൻ ബന്ധം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ ഈ വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ കൊറിയൻ ഭാഷയോടും കൊറിയൻ സംഗീതത്തോടുമൊക്കെ തന്നെ കുട്ടിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. കൊറിയൻ ഭാഷ ഈ കുട്ടി പഠിക്കാൻ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. ഭാവിയിൽ ജോലി ലഭിച്ചാൽ കൊറിയയിൽ ജോലി ചെയ്യണം എന്നൊരാഗ്രഹം വീട്ടുകാരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാറക്കുളത്തിൽ അവിടെ മരിച്ച നിലയിലാണ് കഴിഞ്ഞ മാസം 27-ന് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത്. അതിനുശേഷം സ്കൂൾ ബാഗ് പരിശോധിച്ചപ്പോഴാണ് ആ ബാഗിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് തനിക്ക് സൗഹൃദമുള്ള ഒരു കൊറിയൻ സുഹൃത്ത് അവിടെ ഒരു വാഹനാപകടത്തിൽ മരിച്ചു, അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഫോൺ അടക്കം പരിശോധിച്ചപ്പോൾ ഇതുവരെ അത്തരമൊരു തെളിവ് ലഭിച്ചിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. നേരത്തെ തെളിവ് ലഭിക്കാത്തതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. ഫോൺ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണ്. പുതിയ മോഡൽ ഫോണായതുകൊണ്ട് തന്നെ രേഖകൾ അല്ലെങ്കിൽ തെളിവുകൾ പെട്ടെന്ന് ശേഖരിക്കുക പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. ഈ ശാസ്ത്രീയ പരിശോധന ഫലം ലഭിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. മാത്രവുമല്ല, ഈ പെൺകുട്ടി ബ്ലാക്ക് വെനം എന്ന് പറയുന്ന ഒരു കൊറിയൻ മുഖചിത്രമുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിരുന്നു എന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത്തരം സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ഇതെല്ലാം തന്നെ ഫോൺ വിദഗ്ധ പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമേ ഈ കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും വീട്ടുകാരും പറയുന്നത് അത്തരത്തിലൊരു ഏതെങ്കിലും തരത്തിലുള്ള കൊറിയൻ ബന്ധം ഈ പെൺകുട്ടിക്കില്ല എന്ന് തന്നെയാണ്. പിന്നെ ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു കൊറിയൻ ബന്ധം ഈ ആത്മഹത്യാക്കുറിപ്പിലും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിലുമൊക്കെ തന്നെ വന്നത് എന്നത് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ കൊറിയൻ സിനിമയും കൊറിയൻ ഗാനങ്ങളും ഒക്കെ തന്നെ താല്പര്യമുള്ള പെൺകുട്ടിയുടെ ഈ താല്പര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റാരെങ്കിലും കബളിപ്പിച്ചതാണോ എന്നതാണ് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത്. ആ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും കൊറിയൻ ബന്ധം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.